അസ്സലാമു അലൈക്കും. ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളാണ് കേട്ടോ, കുറച്ച് സമയം ഒന്ന് ഇരുന്നാൽ മതി, നല്ല സ്റ്റാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതാ ഒരു A4 എടുത്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ തലക്ക പശ ഒട്ടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എൻ്റേത് പല സൈസാണ് കേട്ടോ, ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കണ്ടോ, രണ്ട് ഭാഗം ഒരേ അളവിൽ വരുന്ന രീതിയിൽ ഒന്ന് ഇതാക്കിയെടുക്കുക, ഒട്ടിച്ചെടുക്കുക. ഇനി 2 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക 4 ഭാഗത്തും. ഓക്കെ, അങ്ങനെ 4 ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഒന്ന് മടക്കിയെടുക്കുക. 2 ഭാഗത്തും ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി അതുവരെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വോയിസ് തരണമെന്ന് ഉള്ളതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഇട്ടത്. കാരണം അതിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് വേണം. അപ്പോൾ ഇതുപോലെ 2 ഭാഗം അടയാളപ്പെടുത്തി ആ 2 സെൻറ്റിമീറ്റർ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് നിവർത്തുക, ഉള്ളൊന്ന് നിവർത്തിയിട്ട് ആ ഉള്ളത്തൊന്ന് മടക്കിയതൊന്ന് ഇപ്പുറത്തേക്കൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് മടക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ടതൊന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അങ്ങനെ 2 ഭാഗത്തും അത് മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ എന്താ വെച്ചാൽ അത് കട്ടി കൂടുതലാവും. അങ്ങനെ ആകുമ്പോൾ 2 മടക്ക് വരുന്നില്ലേ, അതിൽ ഒരു മടക്ക് നമുക്കണ്ട് ഒഴിവാക്കാം. അങ്ങനെ ഒരു മടക്ക് നമുക്ക് വെട്ടിയിട്ട് ഒഴിവാക്കുക. എന്നെന്താ പറയുക, കട്ടിയായിട്ട് ഭയങ്കര കട്ടിയായിരിക്കും അവിടെ. അപ്പോൾ ആ കട്ടിപ്പ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു മടക്ക് നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മടക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതാ ആ ഒരു മടക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ കട്ടി ഉണ്ടാവില്ല. മറ്റെല്ലാതും തമ്മിൽ ഒട്ടി വരുമ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഇനി ബാക്കിയുള്ള ലീഫുകളും ഒട്ടിച്ച് വരുമ്പോൾ ഇവിടെ ഈ ഭാഗം ഭയങ്കര കട്ടി കൂടുതലായിരിക്കണം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് ഒട്ടിച്ച് വെച്ചു. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലീഫാണോ എടുക്കണമെന്നുള്ളത് അത്രയും ലീഫ് എടുക്കുക കേട്ടോ. ഞാനിങ്ങനെ 12 എടുത്തിട്ടുണ്ട്, 2 കളറായിട്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഡിസൈന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈന് വരയ്ക്കുക ഒരു പേപ്പറിൽ. ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരച്ചിട്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ മടക്കി വെച്ച എല്ലാ കളർമേലും ഇത് വരച്ച് കൊടുത്തിട്ട് ആ മോഡലൊന്ന് വെട്ടിയെടുക്കണം. ആ വെട്ടിയെടുക്കുന്നിടത്തും ഒന്ന് ശ്രദ്ധിക്കാണ്ട് അത് വെട്ടുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളത് വരച്ചെടുക്കണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വരക്കാം കേട്ടോ, എന്ത് വേണമെങ്കിൽ വരക്കാം. അപ്പം ഇനി വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ആ ഫസ്റ്റിലെ V പോലത്തത് ആണ് വെട്ടിയെടുക്കുക. കത്രിക വലിയ കത്രികയാണ്. ചെറിയ കത്രിക ഉണ്ടായിരുന്നത് കുട്ടികളെ എവിടെയോ കൊണ്ടുപോയി അവരെ ക്രാഫ്റ്റ് കളഞ്ഞ് കൊണ്ടുപോയി
ചെയ്തെങ്ങാണ്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ കത്രിക എടുത്തത്. എന്നിട്ട് ആ വി രൂപത്തിൽ വെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വെട്ടുമ്പോൾ കുറച്ച് വിട്ടിട്ട്, അതായത് ആ ഭാഗം ആ മൂലക്കം തന്നെ എടുക്കരുത്, അവിടുന്ന് ലേശം ഒന്ന് വിട്ടിട്ട് അടുത്ത ഡിസൈന് വെട്ടി കൊടുക്കുക. അങ്ങനെ ഓരോ ഡിസൈൻ വെട്ടുമ്പോഴും കുറച്ചൊന്ന് വിട്ട് കൊടുക്കണം കേട്ടോ. അത് എന്തിനാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം വെട്ടിക്കഴിഞ്ഞിട്ട്. ഇനി അതുപോലെ തന്നെ ഒന്ന് ലേശം വിട്ടിട്ട് അടുത്ത് വെട്ടിയെടുക്കുക. അവിടെ പിന്നെ ആവശ്യമില്ല. പിന്നെ ഇനി എടുക്കുന്നത് കുറച്ച് മുകൾക്കുള്ളത്, പിന്നെ ഇത് വേണം, ഗ്യാപ്പ് വേണം. ഇനി ഗ്യാപ്പ് ഇട്ട് വെട്ടുക. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാതും ഇതുപോലെ വെട്ടിയെടുക്കണം. സിമ്പിളാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഇരുന്നാൽ മതി. അപ്പോൾ അതാ 2 സൈഡും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവും എന്തിനാണ് ഞാൻ ആ വിടാൻ പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടല്ലേ? എന്നാലേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. മറ്റേ ആ ചെറിയ അത് ഉള്ളിലത്തെ നടുക്കത്തെ അത് വേറിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഗ്യാപ്പിട്ട് വെട്ടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ഡിസൈൻ വെട്ടുമ്പോഴും ഒന്ന് ഗ്യാപ്പിട്ട് വെട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാതും നമ്മൾ എത്ര പേപ്പർ എടുത്തിട്ടുണ്ടോ ആ പേപ്പറൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക. അങ്ങനെ ഞാൻ 12 എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വലിയതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ 12 എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 5 എത്ര വേണമെങ്കിലും എടുക്കാം. 2 കളറായിട്ട് എടുത്താൽ അതൊരു ഭംഗിയായിരിക്കും. അങ്ങനെ എല്ലാം വെട്ടിയെടുക്കുക. ഇനി നമുക്ക് അത് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുക. മേലേക്ക് മേലെ ഓരോ കളറും മാറ്റിയാണ് ഒട്ടിച്ച് കൊടുക്കുക. നടുവിൽ മാത്രം പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നീല, അങ്ങനെ ഇടകലർന്ന് ഓരോന്ന് ഒട്ടിച്ചിട്ട് ഫുൾ കൊടുക്കാം. ഓക്കെ, നല്ല ഒട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് നിവർത്തുമ്പോൾ പറഞ്ഞു പോരും. അങ്ങനെ എല്ലാതും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലോണം അമർത്തിയിട്ട് എൻ്റെ പശ എല്ലാതും ഒട്ടിക്കണമെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കാം. എന്തിനാ അത്ര പൈസ കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ഉണ്ടാക്കണത്, കണ്ടല്ലേ? ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ പിന്നെ കൂടി ഒട്ടിച്ച് കൊടുത്താൽ അടിപൊളിയാവും. അപ്പോൾ നമുക്കൊരു നൂലൊട്ടിച്ചാൽ പിന്നെ 2 ഭാഗം കൂടി ഒന്ന് കൂട്ടി ഒട്ടിക്കും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചു. ഇപ്പോൾ കണ്ടില്ലേ? നമുക്ക് നമ്മളെ വീട്ടിൽ ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമ, ബായ്.